അപ്പൻ്റെ കൂടെ ഇത് വിളിക്കാനൊക്കെ പോയിട്ടുണ്ടായോ. അപ്പം എന്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കായേ നിങ്ങൾ ഇങ്ങനെ ഒരു നിമിഷം വിചാരിച്ചിട്ടുണ്ടായി എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല എന്നാണ്. ഈ ഒരു മൊമെന്റിൽ ഞാൻ മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ അത്രക്ക് പലരും കൂടെ നിന്ന ആൾക്കാരൊക്കെ കുറ്റപ്പെടുത്തി കല്ലെറിഞ്ഞ് ഒറ്റപ്പെടുത്തിയ സമയത്തും കണ്ണൻ മാത്രം എൻ്റെ കൂടെ നിന്ന്. ഇവരൊക്കെ എനിക്ക് ഓർഡർ കിട്ടുന്നതിന് ഞാൻ കോപ്പി അടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഹെരിച്ചും മീനും കൂട്ടിയിട്ടാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പല 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 വർത്തമാനങ്ങൾ പറഞ്ഞു ഈ ഒരു ഫോട്ടോ വരയ്ക്കുന്നതിൽ. ആകെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടേ, തളരാതെ കൂടെ നിന്നിട്ടുണ്ടേ. ഒന്ന് ഇതേപോലെ അമ്മയും വാപ്പയാണ്, അതേപോലെ അരുണും നിന്നിട്ട് അതിനെക്കാട്ടിലപ്പുറം എൻ്റെ കണ്ണൻ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഇപ്പം എത്ര ആൾക്കാർക്ക് ഫോട്ടോ കൊടുക്കാനുണ്ട്. എൻ്റെ അമ്മ എപ്പം എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമായി, ഈ ചളമ്പ് എന്ന് വെച്ചാൽ ചളിയുണ്ടല്ലോ, ഈ ചളിന്ന് ഏതെങ്കിലും കാലത്ത് എനിക്കൊരു മോചനം കിട്ടുമെന്ന്. ഇവിടുന്ന് ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ ചോർന്ന് ഒലിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കും. എനിക്ക് ഇവിടെ വരുമ്പോൾ ഈ അടുക്കള കാണുമ്പോൾ കുറച്ചോനെ എന്തോ ഒരു വിഷമം. കൃഷ്ണന്റെ പടം വരച്ച് വൈറലായ ഒരു മുസ്ലിം കുട്ടിയുടെ വീട്ടിന്റെ പാല് കാച്ചലാണ് ഇന്ന്. പുലർച്ചെ നിസ്കാരത്തിന് ശേഷം അതിനുശേഷം പാല് കാച്ചൽ കഴിഞ്ഞു. എത്ര റൂമുണ്ട് ശരിക്കും ഇവിടെ? 2 റൂമേ ഉള്ളൂ. എൻ്റെ ഉമ്മാക്കും പപ്പാക്കും വേണ്ടിയിട്ട് എടുത്ത വീട്. എന്നെ കളിയാക്കിയവരാണ് ഇത് കാണേണ്ടത്. കാരണം നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തടുത്ത് ഞാൻ എത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ കപടഭക്ത ഞാൻ അല്ലാത്തത് കൊണ്ടാണ്. എന്നോട് ഇനി ആരും മതം ചോദിക്കുന്നു, എനിക്ക് മതമില്ല. അപ്പൊ ജസ്ന സലീം മുസ്ലിം മതത്തിൽ നിന്നും മാറി എന്നാണോ? നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞു, ആദ്യത്തെ 2 ഫോട്ടോ ഞാൻ മേടിച്ചോളാം. എറണാകുളം RSSന്റെ കാര്യാലയത്തിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും എനിക്ക് സോഷ്യൽ മീഡിയ ആക്രമണം തുടങ്ങി. ഞാൻ തട്ടമിട്ട് RSSന്റെ കാര്യാലയത്തിൽ കയറി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂവിൽ തട്ടം വിടാതെ വെക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കണോ? എൻ്റെ കുടുംബം ഫുള്ള് ബാൻ ചെയ്തതാ. ഈ ഹൗസ് വാമിന് ആരും വരില്ല. കാരണം കണ്ണനെ വരച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വീട് വെച്ചപ്പം അത് അവർക്ക് ശരിയായിട്ട് തോന്നി. പക്ഷെ എന്തിനാണ് ഈ പ്രഹസനം കാണിക്കുന്നത് എന്നാണ് ചോദ്യം. ഇവരൊക്കെ കാണുന്നത് എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകുന്ന റീല് മാത്രമേ ഇവർ കാണുന്നുള്ളൂ. ഞാൻ പൊതുവെ എന്ന് വെച്ചാൽ മുറ്റത്ത് ഇറങ്ങുമ്പോൾ വരെ റീൽ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. ഒരു ലേഡീസ് നിരന്തരം യൂട്യൂബിൽ കൂടി അപമാനിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ വെറും ഒരു 9ാം ക്ലാസ്സുകാരി അടി എന്ന് പറഞ്ഞിട്ട്. ദൈവമായിട്ട് എനിക്കൊരു ജോലി തന്ന് ദൈവമായിട്ട് എന്നെ മുമ്പോട്ട് കൊണ്ടുവന്ന ആളാ. ദൈവം തന്നെ അന്നമായി വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കണ്ണനെ, അപ്പൊ കണ്ണൻ തന്നെ എനിക്ക് അന്നമായി വന്നപ്പം കണ്ണൻ തന്നെ തന്ന വീടായിട്ട് 750 ഫോട്ടോയുടെ ഓർഡർ കിട്ടി. ആ ഒരു ഓർഡർ കൊണ്ടാണ് ഞാൻ ഈ ഒരു വീട്. ആ 750 ഫോട്ടോ വിറ്റപ്പോ തന്നെ ഈ വീട് വിൽക്കാനുള്ള പൈസ കിട്ടിയെന്നാണ്. വീട് വിൽക്കാൻ ഹണി ട്രാപ്പുകാരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് കുറേ ഇതും വെച്ച് ഞാനാകെ ഷോക്കായി പോയി. അങ്ങനെ ഇവരെന്നെ ഹണി ട്രാപ്പുകാരിയാക്കാം കുറച്ച് സ്ത്രീകളാട്ടോ കുറ്റി അഴിച്ചതിന് ശേഷമാണ് എന്നെ ഹണി ട്രാപ്പുകാരിയാക്കി. പിടുത്തം വിട്ടുപോയി, ആത്മഹത്യക്ക് ശ്രമിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ മലയാളം എന്റർടൈൻമെന്റ്സിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ വൈറൽ താരം ജസ്ന സലീമിന്റെ വീട്ടിലാണ്. ശരിക്കും ജസ്ന സലീം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകില്ല. കൃഷ്ണന്റെ പടം വരച്ച് വൈറലായ ഒരു മുസ്ലിം കുട്ടിയുടെ വീട്ടിന്റെ പാല് കാച്ചലാണ് ഇന്ന്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഫസ്റ്റ് അതിഥിയായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നേക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇത്തായോട് തന്നെ ചോദിക്കാം. ഹലോ. ഒരു ആദ്യത്തെ അതിഥി ഞങ്ങളാണ്. അതെ, ആദ്യത്തെ അതിഥി നിങ്ങളാണ്. അപ്പൊ എന്തായാലും ഫ്രണ്ടിൽ നിന്ന് കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവസ്ഥ ഇവിടത്തെ? ലാസ്റ്റത്തെ ഒരു മിനുക്ക് പണി ഉണ്ടല്ലോ, അത് എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പൊ നമ്മള് ആ ഒരു ചെറിയൊരു മിനുക്ക് പണിയിലാണ്. മഴ നമ്മളെ ചതിച്ചു. രാവിലെയാണ് പാല് വെച്ച് കഴിഞ്ഞെന്ന് കേട്ടു. പാല് വെച്ച് കഴിഞ്ഞു. പാല് വെച്ച് കഴിഞ്ഞു. കുറച്ച് ലൈറ്റ് ആയി പോലെ. അത് ജസ്റ്റ് ഒരു ചടങ്ങ്. ഇവിടുന്ന് നമ്മള് എല്ലാം റെഡി ആക്കിയിട്ട് പാല് കാച്ചാന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കൂലല്ലോ. അപ്പൊ ഇങ്ങോട്ട് 2 ദിവസം മുമ്പേ താമസിക്കണല്ലോ. എന്ന് വെച്ചാൽ അങ്ങനെ രാവിലെ പാല് കാച്ചൽ അങ്ങ് കഴിഞ്ഞു. സുബഹിക്ക് ശേഷമായിരുന്നു കഴിഞ്ഞത്. അപ്പോ സുബഹിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, നമ്മള് പുലർച്ചെ നിസ്കാരത്തിന് ശേഷം അതിനുശേഷം പാല് കാച്ചൽ കഴിഞ്ഞു. ഇങ്ങോട്ട് ഫുള്ളായിട്ട് മാറിയിട്ടില്ല. ഇവരൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കയറാൻ. ഇനി എന്തൊക്കെ പണികളാ ബാക്കി കിടക്കുന്ന ഇവിടെ? പണികൾ എന്ന് പറയാൻ എല്ലായിടത്തും ഒരു മിനുക്ക് പണി എന്ന് തന്നെ പറയാൻ പറ്റും. അതിലൊക്കെ അപ്പുറം ഒന്നുമില്ല. ഇപ്പൊ ഡോറ് അടയുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു അതിന്റെ പണി നടക്കുന്നു.
അങ്ങനെ പിടിച്ചിട്ട് ചെറിയ ചെറിയ പണികൾ മാത്രം, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഉള്ളിലേക്ക് കേറാനുള്ള നിർവാഹം ഉണ്ടോ നമുക്ക്? കേറിയ വല്ലതും കേറി നോക്ക് എന്തായാലും. ചവിട്ടണ്ടോ? കേറിയാൽ നമ്മുടെ സാധനങ്ങളൊക്കെ അലങ്കോലമായിട്ട് നിൽക്കുകയാണ്. ഇനി വേണം എല്ലാം അറേഞ്ച് ചെയ്യാനും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ. അപ്പം സിസ്റ്റർ എന്താക്കി ഓരോ റൂം റെഡി ആക്കി കൊണ്ടുവരികയാണ്. അപ്പം ഫസ്റ്റ് ബെഡ്റൂം ഇതാണ്. ഫസ്റ്റ് ബെഡ്റൂം അല്ലേ? ഫസ്റ്റ് ബെഡ്റൂം ഇതാണ്. അപ്പൊ ഇത് ഏകദേശം ഒഴിച്ച് ഞാനൊക്കെ ഒന്ന് സെറ്റ് ആക്കി കൊണ്ടുവരും. ഏകദേശം ഓരോ റൂമാക്കി വൃത്തിയാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ റൂം ഇതാണ്. ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം. എത്ര റൂമുണ്ട് ശരിക്കും ഇവിടെ? 2 റൂമേ ഉള്ളൂ. എന്റെ ഉമ്മാക്കും പാപ്പാക്കും വേണ്ടിട്ട് എടുത്ത വീടാണ്. ഇത് ഓൾറെഡി ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഉമ്മാക്കും പാപ്പാക്കും വേണ്ടി മാത്രമാണ് ഒരു വീഡിയോ കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്റെ വീടുണ്ട്, ഹസ്ബൻഡിന്റെ വീടുണ്ട്. അപ്പൊ എന്റെ ഉമ്മ പാപ്പ എന്ന് പറയുന്ന രണ്ടാളുടെയും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു സാധാരണ ഒരു നാടൻ പണിക്കാരന്, കാരണം എൻ്റെ വാപ്പ ഒരു ഡ്രൈവറാണ്. അപ്പൊ എൻ്റെ വാപ്പനെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് 10ാം ക്ലാസ് കഴിപ്പിക്കണം, കല്യാണം കഴിച്ചു വിടണം, ബാധ്യത ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ്. മൂത്ത സിസ്റ്ററെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് 10 സെന്റ് സ്ഥലം വിറ്റതാ വാപ്പ. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ വലിയൊരു ആഗ്രഹമായിരുന്നു വാപ്പയുടേത് മാത്രമല്ല ഉമ്മയുടേതും. എൻ്റെ ഉമ്മ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ വെച്ചാല്, ഉമ്മനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന കാലത്തെ ചോരുന്ന വീട്ടിലാണ് താമസം. അപ്പൊ എന്നിട്ട് രാത്രി മഴ പെയ്യുന്ന സമയത്ത് കിടക്കുന്നിടത്ത് അവിടെ ഇവിടെയൊക്കെ ഈ പാത്രങ്ങൾ വെക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ മനസ്സിൽ വല്ലാതെ ഫീൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു ഓപ്ഷൻ ഇല്ലല്ലോ, ഒരു വീട് വെച്ചു കൊടുക്കാനോ അങ്ങനത്തെ ഒരു ജോലി പോലും ഇല്ല. ഞാനൊരു 9ാം ക്ലാസ്സുകാരിയാണ്. അപ്പോൾ 9ാം ക്ലാസ്സുകാരിക്ക് ഒരു വീട് എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഞാൻ പിന്നീട് എന്താ പറയുക, ദൈവമായിട്ട് എനിക്കൊരു ജോലി തന്ന് ദൈവമായിട്ട് എന്നെ മുമ്പോട്ട് കൊണ്ടുവന്ന ആളാ. ദൈവം തന്നെ അന്നമായി വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കണ്ണനെ, അപ്പൊ കണ്ണൻ തന്നെ എനിക്ക് അന്നമായി വന്നപ്പം കണ്ണൻ തന്നെ തന്ന വീടായിട്ട്. അപ്പൊ ഇത് ഫസ്റ്റത്തെ റൂം. ശരിക്കും ഇവിടെ 2 റൂം ഉണ്ടെന്നല്ലേ പറഞ്ഞു? 2 റൂമുണ്ട്. നമുക്ക് ബാക്കി റൂമിലേക്ക് പോവാം. ഉള്ളിക്കൂടിയ വളരെയധികം ഭംഗിയുള്ള ഒരു വ്യക്തിയെയും കൂടി ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് വരും. ഇതാണ് ഉപ്പ. അപ്പൊ ആള് ശരിക്കും പുറപ്പെട്ട് നിൽക്കേണ്ടതാണ്. പക്ഷെങ്കില് കണ്ടില്ലേ, ഇവിടുത്തെ മെയിൻ പണിക്കാരൻ വാപ്പയാണല്ലേ? നമ്മൾ തന്നെയാണ് പണിക്കാര്. എല്ലാം നമ്മൾ തന്നെ ചെയ്യും. ജോലി ചെയ്യുന്ന വേറൊരാൾ. ഇത് ഞങ്ങളുടെ നാട്ടിലെ ബാലേട്ടനാട്ടോ. നമ്മുടെ നാട്ടിൽ എന്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ബാലേട്ടൻ ഇല്ലാത്തൊരു ഫംഗ്ഷൻ ഉണ്ടാവില്ല. എവിടെയും എപ്പോഴും ഓടി എത്തുന്ന ആളാണ് ബാലേട്ടൻ അല്ലേ? ബാലേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? പണി എടുക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്ന്. അപ്പോ ഇത്തപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ബാപ്പാടെ ഉമ്മാടെ ഒരു ആഗ്രഹമാണ് ഇത്ത സാധിച്ചു കൊടുത്തത്. നേരത്തെ പറഞ്ഞു എല്ലാം അനുഗ്രഹമാണ്. ഇപ്പോൾ ഇത്താക്ക് ജോലി കിട്ടിയതും ഇപ്പൊ ചെയ്യുന്നതും ഒക്കെ എല്ലാം അനുഗ്രഹമാണ്. അപ്പം ഈ കൃഷ്ണന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തന്നെയാണോ ഈ വീട്? തീർച്ചയായിട്ടും ഇത് കണ്ണന് അവകാശപ്പെട്ട ഒരു വീട് തന്നെയാണ്. എന്താ വെച്ചാൽ എനിക്ക് വീടിനോടുള്ള സ്വപ്നം കൂടി വരാൻ, അല്ലെ ഇത് പെട്ടെന്ന് നിറവേറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കാനുള്ള കാരണം എന്താ വെച്ചാല്, എൻ്റെ വാപ്പയുടെ ഉമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്താണ് യഥാർത്ഥ വീട്. പക്ഷെ നമ്മുടെ വീട് എന്ന് പറയാൻ കാണുമ്പോൾ വലിയ വീടൊക്കെയാണ്, പക്ഷെ 10-40 വർഷം പഴക്കമുള്ളതാണ്. ബാക്കിലൊക്കെ കുറച്ച് ഇടിഞ്ഞു വയ്ക്കാനും പോരാത്തതിന് മയത്ത് ചോരിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം വാപ്പയുടെ അമ്മന നമുക്ക് ഇവിടേക്ക് മൃതശരീരം കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം ആൾക്കാർക്ക് വന്നു പോകുമ്പോൾ എന്തായാലും കയറുന്ന ആള് അയ്യേന്ന് ചൊല്ലും. അതുകൊണ്ട് എൻ്റെ അമ്മായിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അപ്പം എൻ്റെ ഉമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചു, വല്യമ്മനെ മരിച്ചപ്പം നീ വാപ്പൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി, എന്നെ മരിച്ചാൽ എൻ്റെ ആങ്ങളൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, നിന്റെ വാപ്പ മരിച്ചാൽ നീ എവിടെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അതെനിക്ക് വലിയൊരു ചോദിച്ചു. ഞങ്ങൾ 3 പെൺകുട്ടികളെ വീട്ടിലേക്കും കൊണ്ടുപോകാം കേട്ടോ. പക്ഷെ അതല്ലല്ലോ, ഞങ്ങൾ 3 ആളും 3 സ്ഥലത്താണ്. പക്ഷെ നമ്മുടെ തന്നെ മഹല്ല് ഖബറടക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ആഗ്രഹം ഒരുപാടൊന്നും ഞാൻ കണ്ണനോട് പറഞ്ഞിട്ടില്ല, പക്ഷെ പറഞ്ഞതൊക്കെ ആശാൻ സാധിപ്പിച്ച് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണനോട് പറഞ്ഞു, കണ്ണൻ എനിക്ക് വീട് വേണമെന്ന് പറഞ്ഞു.
പക്ഷെ എനിക്ക് ഒരു വീട് വേണമെങ്കിൽ അത് വെച്ച് തരാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, തള്ളല്ല കേട്ടോ. ഞാൻ ഒരു വീട് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊക്കെ എല്ലാവർക്കും അറിയാലോ, പബ്ലിസിറ്റി എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു പരസ്യം പോലെ ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ മുന്നോട്ട് വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. കാരണം എന്താ വെച്ചാല് ഞാൻ ഒരു വർക്ക് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ വേണം എനിക്ക് വീട് വെച്ച് കൊടുക്കാനെന്ന്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചതൊരു 400 ഫോട്ടോ ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് വെക്കാന്ന്. 400 എന്നുള്ളത് 750 ഫോട്ടോയുടെ ഓർഡർ കിട്ടി. ആ ഒരു ഓർഡർ കൊണ്ടാണ് ഞാൻ ഈ ഒരു വീട്. ആ 750 ഫോട്ടോ വിറ്റപ്പോ തന്നെ ഈ വീട് വിൽക്കാനുള്ള പൈസ കിട്ടിയെന്നാണ്. വീട് വിൽക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്കൊരു ഫോട്ടോന്റെ പുറത്ത് 2500 രൂപ എനിക്ക് നമ്മുടെ ലാഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. 4 ദിവസങ്ങൾ കൊണ്ടാണ് ഞാൻ ഒരു ഫോട്ടോ വരയ്ക്കുന്നത്. പക്ഷെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയിട്ടായത് കൊണ്ട് ഒരേ സമയം 4-5 ഫോട്ടോ ഞാൻ വരയ്ക്കും. ഒരു ദിവസം. കാര്യം എന്താ വെച്ചാൽ ഒരു ഫോട്ടോന്റെ പുറത്ത് ഒരു ദിവസം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാനുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാ. അപ്പം കുറേ ഹാർഡ് വർക്ക് ചെയ്ത് ശരിക്കും ഞാൻ ഉറങ്ങാത്ത രാത്രികളുണ്ട്. അപ്പം ഞാൻ ഇത്ര മാത്രമേ ചിന്തിച്ച്, എനിക്ക് ഉറങ്ങാതിരുന്നാൽ മൈഗ്രെയിൻ വരും, ഛർദി വരും. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ഉമ്മ അടക്കം പറയും എന്തിനാണ് ഇങ്ങനെ ഉറക്കം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാലത്ത് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടിയിട്ട് ഉറക്കം കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ. അപ്പം ആരോടും പരാതി പറയാൻ പോയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ എന്തിനാ പരാതി പറയുന്നത്? അപ്പം ഞാൻ അത്രമേൽ, കാരണം ഓർഡറുകളൊന്നും ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് എല്ലാവരും 2000 രൂപ ആദ്യം അഡ്വാൻസ് അയച്ചു. ചിലർ ഫുൾ പേയ്മെന്റ് ആദ്യമേ ചെയ്യും. 5000 തൊട്ട് 25000 രൂപയുടെ വരെ ഫോട്ടോ ഞാൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ പല സൈസിലുള്ള ഫോട്ടോക്ക് ഓർഡർ തരാം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീട് ഏകദേശം 8 മാസങ്ങൾ കൊണ്ടാണ് ഞാൻ പൂർത്തീകരിച്ചത്. കുറ്റിയടിച്ച് കുറച്ച് കാലം ഇത് നിന്നുപോയി. കാരണം എന്താ വെച്ചാൽ ഞാനിത് സോഷ്യൽ മീഡിയ പങ്കുവെച്ചു. എനിക്ക് ഉമ്മാക്കും വാപ്പാക്കും ഒരു വീട് വെച്ച് കൊടുക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഓർഡർ തന്നാൽ മതി, ആരും ഒരു 5 പൈസയും വെറുതെ ഞാൻ വാങ്ങൂല, 5 പൈസ എനിക്ക് വെറുതെ വേണ്ടെന്ന് പറഞ്ഞു. ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞു ആദ്യത്തെ 2 ഫോട്ടോ ഞാൻ മേടിച്ചോളാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് എറണാകുളം RSSന്റെ കാര്യാലയത്തിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും എനിക്ക് സോഷ്യൽ മീഡിയ ആക്രമണം തുടങ്ങി. ഞാൻ തട്ടമിട്ട് RSSന്റെ കാര്യാലയത്തിൽ കയറിയെന്നാണ്. വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂവിൽ തട്ടമിടാതെ നിൽക്കുന്നത്. ഞാൻ ഇന്നൊരു കാര്യം പ്രഖ്യാപിച്ചൊരു ദിവസവും കൂടിയാണ്. ജസ്ന സലീം ഇന്ന് വരെ അറിയപ്പെട്ടത് ഒരു മുസ്ലിം പെൺകുട്ടി എന്നുള്ള നിലയിലാണ്. എന്നോട് ഇനി ആരും മതം ചോദിക്കുന്നു, എനിക്ക് മതമില്ല. അപ്പൊ ജസ്ന സലീം മുസ്ലിം മതത്തിൽ നിന്നും മാറി എന്നാണോ? മാറി എന്നും പറയാനില്ല, എനിക്ക് എല്ലാ മതത്തിനെയും ഞാൻ ഒരുപോലെ ഉൾക്കൊള്ളാൻ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഈ പേരും കൂടി മാറ്റേണ്ടി വരത്തില്ലേ? അങ്ങനെയും ചോദ്യങ്ങൾ വരാം. എന്തിനു മാറ്റണം? നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ മറ്റൊരാൾ എന്തിനു ഇടപെടണം? തന്നോട് ഇപ്പം ഞാൻ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ഇടപെട്ടാൽ താൻ പറയില്ലേ എൻ്റെ കാര്യം നീ നോക്കണ്ട? അതെ, അത്രേ ഉള്ളൂ. ഞാൻ പേര് മാറ്റിയോ? ഇനിയിപ്പം ഞാൻ സുബഹി നിസ്കാരത്തിന് ശേഷം പാല് കാച്ചി എന്ന് പറഞ്ഞപ്പം ഒരു തിയേറ്ററിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞാൻ കണ്ടു. ഇവക്ക് മതമില്ല എന്ന് പറഞ്ഞിട്ട് ഇവക്ക് എങ്ങനെയാ സുബഹി നമസ്കാരം ഉണ്ടായത്? ഞാൻ നിസ്കരിച്ചു എന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷം എൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴും അവരുടെ വിശ്വാസത്തിൽ തന്നെ ചെയ്യുന്നത്. എനിക്ക് വേണ്ടിയിട്ടോ അല്ലെ കണ്ണന് വേണ്ടിയിട്ടോ ഞാൻ അവരോട് മതം മാറുമെന്ന് പറഞ്ഞിട്ടില്ല. അവരവരുടെ എന്ന് വെച്ചാൽ അവരെന്നോടും പറഞ്ഞിട്ടില്ല നിനക്ക് എന്താണോ വിശ്വാസം നീ അതിലൂടെ പോട്. ആദ്യമായിട്ട് എൻ്റെ അമ്മ തട്ടമിടാതെ നിൽക്കാൻ സമ്മതിക്കുന്നത്. കാരണം അപ്പൊ ഇത്രയും നാള് വീട്ടുകാരുടെ ദാർഢ്യം കൊണ്ടിട്ടാണോ ഇങ്ങനെ തട്ടമിട്ട് നടന്നത്? അല്ല, ഞാൻ കുട്ടിക്കാലം തൊട്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ തട്ടം മസ്റ്റായിരുന്നു. ഇപ്പം കയറി വന്നപ്പോൾ സിസ്റ്റർ മോളോട് ചോദിച്ച ഒരു ചോദ്യം കേട്ടിട്ടുണ്ടായിരുന്നോ, എവിടെ പോയി നിന്റെ തട്ടം? അത്രമേൽ സ്ട്രിക്റ്റാണ് നമുക്ക് വീട്ടിൽ തട്ടം ഇടുന്നൊരു കാര്യത്തിൽ. അപ്പം ഞാൻ പുറത്തിറങ്ങിയ നിങ്ങൾ എനിക്ക് ചാനലുണ്ട്, ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും അറിയാം, പുറത്തിറങ്ങിയ തട്ടം കഴിഞ്ഞു അപ്പോഴൊക്കെ ഞാൻ എടുത്തിടും. പക്ഷെ റീലെടുക്കുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ തട്ടിടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എന്തുകൊണ്ടാ പാരന്റ്സിന് തട്ടം ഇടണ്ട എന്ന് പറയാൻ കാരണം? കണ്ണം തന്നെ നമ്മുടെ തൊഴിൽ, എൻ്റെ ജോലിയാണിത്, ചിത്രവര എന്ന് പറയുന്നത്. കണ്ണനാല നിങ്ങൾക്ക് കേൾക്കണോ? എൻ്റെ കുടുംബം ഫുള്ള് ബാൻ ചെയ്തതാ. ഈ ഹൗസ് ആരും വരില്ല.
ഒരുപാട് ആൾക്കാർ വരില്ല ഈ ഒരു വീട്ടിൽ കൂടലിന്. നമ്മൾ വിളിക്കല് അതായത് കുടുംബക്കാരും വരില്ല ഈ ഒരു കാരണം കൊണ്ടിട്ടാണ്. കാരണം കണ്ണനെ വരച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വീട് വെച്ചപ്പം അത് അവർക്ക് ശരിയായിട്ട് തോന്നിയില്ല. പക്ഷെ എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ശരിയാ. കാരണം എൻ്റെ ഉമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അവിടെ ചളിയിട്ട് കിടന്നിട്ടും പൊടി കിടന്നിട്ടും എൻ്റെ അമ്മ ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് എൻ്റെ ഉമ്മാനെ നല്ല സേഫായിട്ട് ഇതാക്കണം. ഈ മതപരമായിട്ടാണ് ഇവർ പറയുന്നതെങ്കിൽ മതത്തിൽ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ, മാതാപിതാക്കളെ നോക്കുന്ന ആൾക്കാണ് സ്വർഗം എന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കല്ലേ സ്വർഗം? കണ്ണനെ വരച്ചിട്ടാണ് ഞാൻ വീട് വെച്ചെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ സ്വർഗത്തിന് ആഘോഷിക്കുക മാത്രല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇത് പറയുന്നുണ്ടല്ലോ, 5 നേരം നിസ്കരിക്കുന്ന ആള് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, നല്ല രീതിക്ക് നടക്കുന്ന ആള് മാത്രമേ സ്വർഗത്തിൽ പോകുന്നുള്ളൂ. പക്ഷെ നമ്മള് ചെറുതിലേ തൊട്ട് ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്നറിയോ, ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന്. അത് ശരിക്കും പറയാച്ചാല് ആ ഒരു അമ്മേനെ നമുക്ക് മനസ്സിലാക്കണേ, നമ്മളൊരു അമ്മയാവണം. അതെ. ആ ഡെലിവറി പെയിൻ അറിഞ്ഞൊരു വ്യക്തിക്ക് അല്ലെ ആ സമയത്ത് കൂടെ നിന്ന ഭർത്താവിനെ അമ്മയുടെ വില മനസ്സിലാവുള്ളൂ. ഞാൻ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരാളാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് വേണമെങ്കിൽ എൻ്റെ വീടുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ശരിക്കും പറയാ ചോദിച്ചു പോരുന്ന വീടാണ്. പക്ഷെ ഞാൻ എന്നോട് എത്രയോ ആൾക്കാർ ചോദിച്ചിട്ട്, ഒരു തള്ളിയാൽ തുറന്നു പോകുന്ന ഒരു വീട്ടിലാണ് നീ താമസിക്കുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് നീ നിന്റെ വീട് നന്നാക്കാതെ നിന്റെ ഉമ്മാക്കും പപ്പാക്കും വീട് വെച്ച് കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പറയാനുള്ള മറുപടി എന്താ വെച്ചാൽ, എനിക്ക് നാളെയും ചിലപ്പോൾ പൈസ ഉണ്ടാവും, പക്ഷെ എൻ്റെ മാതാപിതാക്കൾ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂലല്ലോ. അപ്പം അവരുള്ള കാലത്ത് അവരെ സേഫ് ആക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന മാതാപിതാക്കൾ തന്നെ മുസ്ലിം ആ രീതിക്ക് തന്നെ ജീവിച്ചു വരുന്ന ആൾക്കാരാണ് പണ്ട് മുതലേ. അതെ. അപ്പൊ ഒരു സമയത്ത് പോലും ഒരു ടൈമിൽ പോലും അവര് ഇത്താനെ കുറ്റം പറഞ്ഞിട്ടില്ലേ? പൊട്ടു തൊടുമ്പോ അല്ലെങ്കിൽ ഗുരുവായൂരമ്പല നടയിൽ പോയിട്ട് വീഡിയോസ് ചെയ്യുമ്പോ? എന്താ വെച്ചാൽ എൻ്റെ വാപ്പ എന്ന് പറയുന്നത് ഒരു ഡ്രൈവറാണ്. അപ്പം എൻ്റെ വാപ്പ ആ കാലത്ത് തൊട്ട്, എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് തൊട്ടേന്ന് വെച്ചാൽ മറ്റു മതസ്ഥരുടെ കൂടെ പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ബസ് കയറി എത്ര പേര് ബസ് കയറിയിട്ട് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഡ്രൈവർ സീറ്റിന്റെ കുറച്ചിപ്പറായിട്ട് ഒരു യേശുവിന്റെ ഫോട്ടോയും ഒരു കഴബയുടെ ഫോട്ടോയും ഒരു ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ഫോട്ടോയും ഉണ്ടാവും. അങ്ങനെ ജോലി ചെയ്ത് വന്ന ഒരാളാണ് എൻ്റെ വാപ്പ. ആ 3 ദൈവത്തിനെയും വണ്ടിയിൽ വെച്ച് ഓടിച്ച് വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവന്ന ഒരാളാണ് എൻ്റെ വാപ്പ. ആ വാപ്പാക്ക് ഹിന്ദു മതസ്ഥര് മുസ്ലിം മതസ്ഥര് ഒന്നുമില്ല. പിന്നെ എൻ്റെ ഉമ്മാക്ക് ഫസ്റ്റിൽ കുറച്ചൊരു എതിർപ്പ് ഉണ്ടായിരുന്നു, കാരണം ഉമ്മയുടെ ഫാമിലിയിൽ വന്ന പ്രഷറാണ് കാരണം. പിന്നെ ആൾക്കത് മനസ്സിലായി നമ്മുടെ ജോലി. അപ്പം ഇന്നലെയും കൂടി എന്നോട് പറഞ്ഞു, നിന്നെ എത്രയോ ആൾക്കാർ കുറ്റം പറഞ്ഞോട്ടെ, പക്ഷെ പടച്ചോനുണ്ടാവും നിന്റെ കൂടെ, കാരണം നിന്റെ ഭാഗത്തൊരു ന്യായമുണ്ട്, ആ ന്യായത്തിലൂടെ അങ്ങി പോകുന്നതും കൊണ്ട് ഇനി എവിടെയും തളരൂല എന്ന് ഇന്നലെയും കൂടി എൻ്റെ ഉമ്മനോട് പറഞ്ഞു. ശരിക്കും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഇപ്പൊ അമ്പലത്തിൽ പോകും, മുസ്ലിം പള്ളിയിൽ പോകും, ക്രിസ്ത്യൻ പള്ളിയിൽ പോകും, അതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാവരുടെയും പേഴ്സണൽ കാര്യമാണ്. എല്ലാ ദൈവവും ഒന്ന് തന്നെയാണ് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ എന്തിനാണ് ഈ പ്രഹസനം കാണിക്കുന്നത് എന്നാണ് ചോദ്യം. പലരുടെയും ചോദ്യം അതാണ്, എന്തിനാണ് ഈ പ്രഹസനം? ചെയ്യുന്നെങ്കിൽ മാന്യമായിട്ട് ചെയ്തോളൂ, അമ്പലത്തിൽ പൊക്കോളൂ, പ്രാർത്ഥിച്ചോളൂ. അത് എൻ്റെ അടുത്ത് പറ്റിപ്പോയൊരു തെറ്റെന്ന് വെച്ചാൽ, ഞാൻ പൊതുവെ ഇവരൊക്കെ കാണുന്നത് എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകുന്ന റീല് മാത്രമേ ഇവർ കാണുന്നുള്ളൂ. ഞാൻ പൊതുവെ എന്ന് വെച്ചാൽ മുറ്റത്തിറങ്ങുമ്പോൾ വരെ റീലെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. അപ്പം ഞാനെന്ന് വെച്ചാൽ തൃശ്ശൂർ ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഗുരുവായൂർ ആ നടയിൽ കൂടി ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തിട്ടേ പോകുള്ളൂ. കാരണം എനിക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു. എനിക്ക് ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ലേഡീസ് നിരന്തരം യൂട്യൂബിൽ കൂടി അപമാനിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ വെറും ഒരു 9ാം ക്ലാസ്സുകാരി അടി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വെറും ഒരു 9ാം ക്ലാസ്സുകാരി ലോകമൊന്നായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായതും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിൻ്റെ അടുത്ത് നാളെ ഒരാൾ പോയാൽ അന്ന് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ഒരു മുസ്ലിം കുട്ടി ഫോട്ടോ തന്നില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വരെ ഓർമ്മയുണ്ടാവും. അപ്പൊ അത്രമേൽ ഒരു വലിയൊരാളാക്കി തീർത്തത് ഈ കണ്ണനാണ്. അപ്പൊ ഇതിലെ പോകുമ്പോൾ ഞാൻ ഈ കണ്ണൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ചിലപ്പോൾ ഇറങ്ങും, ചിലപ്പോൾ ഇറങ്ങൂല, ചിലപ്പോൾ ആ നടയത്തെട്ടോളം പോകില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യലൊടി. അപ്പം ഇങ്ങനെ എപ്പോൾ പോകുമ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അപ്പം ഇവരുടെ വിചാരം ഞാൻ ഈ അമ്പലത്തിലേക്ക് മാത്രം പോകുന്നതാണ്. പലരും വിചാരിക്കുന്ന അങ്ങനെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു. കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് പറയാൻ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമാവുന്നേ ഉള്ളൂ.
എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ കാണാം ഒരു 6 വർഷമായി നിരന്തരമായിട്ട് ഇവര് ഒന്നരാണ് എന്ന് പറഞ്ഞ് ഈ ഗുരുവായൂർ നടയിലേക്ക് നടന്നു പോണ റീലാണ് കാണുന്നത്. പക്ഷെ ഇത് സംഭവം എന്താ വെച്ചാല്, ഞാൻ ഗുരുവായൂരേക്ക് എന്ന് പറഞ്ഞ് പോവായിരിക്കില്ല, ചിലപ്പോൾ എറണാകുളത്തേക്ക് പോവുകയാണെങ്കിലും ഞാൻ പറയും എൻ്റെ കൂടെ അരുണാവുക, അല്ലെ നമ്മളൊന്ന് കണ്ണനെന്ന് കണ്ടിട്ട് പോവുക. കാരണം ഈ എറണാകുളം തെറ്റോളം ഞാൻ പോകാൻ കാരണം ഈ കണ്ണനായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ട് കണ്ണാ ഇങ്ങനെ ഒരു കാര്യത്തിന് പോകാട്ടോ എന്ന് പറഞ്ഞു പോരുക. അപ്പം അങ്ങനെ ഉള്ളതായി. അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ 9ാം ക്ലാസ്സുകാരിയാണ്. ഒരു ഒരു ജസ്ന എന്ന് പറയുന്ന ഒരു വ്യക്തി വെറും ഒരു മജീദിൻ്റെ മകളായിട്ടും സലീമിൻ്റെ ഭാര്യയായിട്ടും അറിയപ്പെടുന്നതിന് പകരം കണ്ണൻ്റെ പേരിൽ ലോകമൊന്നായിട്ട് അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പം ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് എന്ന് തോന്നി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജന്മദിനം ആഘോഷിക്കുന്നത്, ജീവിതത്തിൽ ആദ്യമായിട്ട്. അതുവരെ പൊതുവേ അറിയാമല്ലോ മുസ്ലിംസ് അങ്ങനെ ആഘോഷിക്കുകയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു തുടക്കം എനിക്ക് കണ്ണൻ്റെ മുമ്പ് നിന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ വന്ന് അവർ പറഞ്ഞു നമുക്കൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അരുൺ എന്ന് പറയുന്നത് അവൻ്റെ ഫാദർ മുസ്ലിമും മദർ ഹിന്ദുവാണ്. പക്ഷെ അവന് അരുൺ എന്ന് പറയുന്ന ഫ്രണ്ടാണ്, അല്ല കസിൻ ബ്രദറാണ്. അപ്പം അവൻ്റെ അമ്മ ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദു മതാചാരത്തിലാണ് അവൻ ഇത്രയും കാലം ജീവിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇവനറിയാം ഈ മുട്ട ഉപയോഗിച്ച കേക്കൊന്നും അവിടെ കയറ്റാൻ പാടില്ല എന്നുള്ളത്. അപ്പം ഇവന് എല്ലാം കൂടി തപ്പി പിടിച്ച് മുട്ട ഉപയോഗിക്കാത്ത, പലരും പറയുന്നു മുട്ട ഉപയോഗിക്കാത്ത കേക്കില്ല, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വലുത് പറയാം. വേണേ ഞാൻ 10,000 രൂപക്ക് അല്ലെ വേണ്ട 1,00,000 രൂപക്ക് ഞാൻ ബെറ്റ് വെക്കാം മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള. അത്ര വരെ ഞാൻ പറഞ്ഞിട്ട് നിർത്തി ചെയ്യിപ്പിച്ചതാണോ കേക്ക്? അത് അവന് അത്രമേൽ തപ്പി അങ്ങനെ ഇവിടുന്ന് ഒപ്പിച്ചു കൊണ്ടുവന്നതാണ് ഇവൻ സംഭവം. അവിടുന്ന് ആ ഗുരുവായൂര് നടപ്പന്തൽ നട്ടോ ഈ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായി, ഞാൻ ഒരു ക്യാമറാമാനാണ്. അപ്പൊ അവൻ വീഡിയോ എടുത്ത്, അന്ന് നിങ്ങൾ കേൾക്കണോ ഗുരുവായൂർ ഓൺലൈൻ പല പേജുകാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്ന് ആരും ഒന്നും പറഞ്ഞു. അപ്പം ഞാനിത് മുറിക്കുന്നതിൻ്റെ മുമ്പായിട്ട് 1-2 ആളോട് പേഴ്സണലി ഞാൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാളെന്ന് പറയുന്നത് കണ്ണിൻ്റെ ഭക്തയായിട്ട് പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒന്നെന്ന് വെച്ചാൽ ഒരു സ്വാമിയാണ്. നമ്മൾക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയമുണ്ട്. ഇവർ 2 പേരും പറഞ്ഞു അങ്ങനെ ചെയ്യുന്നുണ്ട് കണ്ണൻ നിന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതാണ്. അപ്പം അവരങ്ങനെ പറയുമ്പം അറിവില്ലാത്ത ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഈ പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടുന്ന് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പം ഈ കേക്ക് കട്ട് ചെയ്യുന്നത് അന്നൊക്കെ പോസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഒരു വിഷയമില്ലാത്ത പലരും എനിക്കത് അയച്ചു തന്നു. ആരും ചെയ്യാത്തതാണ് നീ ചെയ്തത്, കണ്ണൻ്റെ കൂടെ ഒരു ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നത്. എല്ലാവരും അമ്പലത്തിൽ പോവുകയായിരിക്കും, പക്ഷെ ഞാൻ അവിടുന്ന് ഒരു മധുരം പങ്കിട്ടത് അത്രമേൽ സന്തോഷം ഉണ്ടായിട്ടെ. എൻ്റെ ജീവിതത്തിന് നീ ഒരു അർത്ഥം തന്നു എന്ന് പറഞ്ഞിട്ട് കണ്ണന് കൊടുക്കുന്നതിന് പകരം ഞാൻ കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ അവിടുന്ന് അത് ചെയ്തത്. അങ്ങനെ ഈ വീട് പണീൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെ എനിക്ക് ഈ ഗുരുവായൂർ ഓൺലൈൻ ഒരു പേജുകാരന് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. ഹണി ട്രാപ്പുകാരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് കുറേ ഇതും വെച്ച് ഞാനാകെ ഷോക്കായിപ്പോയി. അങ്ങനെ ഇവരെന്നെ ഹണി ട്രാപ്പുകാരിയാക്കാൻ കുറച്ച് സ്ത്രീകളാട്ടോ ഇറങ്ങിയത്. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇവരൊക്കെ എതിരായത്. പക്ഷെ എനിക്കെതിരായ സ്ത്രീകൾ മുഴുവനവും പറയുന്ന ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, ഇവളെ ഞങ്ങൾ പണ്ടേ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരൊക്കെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ പണ്ടേ സപ്പോർട്ട് ചെയ്യാത്ത ഒരാൾ ഗുരുവായൂർ ആ പരിസരത്ത് വെച്ച് കേക്ക് മുറിച്ചതിന് അവർ പണ്ടേ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ പുറത്ത് മാത്രം അവർ നമ്മളെതിരെ തിരിയൂലാലോ. അങ്ങനെ ഇരിക്കെ ഇവർ ഹണി ട്രാപ്പുകാരിയാക്കി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഞാൻ ഈ വീടിന് കുറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു. കുറ്റി അടിച്ചതിന് ശേഷമാണ് എന്നെ ഹണി ട്രാപ്പുകാരിയാക്കി. പിടുത്തം വിട്ടുപോയി, ആത്മഹത്യക്ക് ശ്രമിച്ചു. 2 ദിവസം ബേബി മെമ്മോറിയൽ ICUവിൽ കിടന്നു. അവിടെ നിന്നൊക്കെ റിക്കവറായിട്ട് പോകുന്നതാണ്. അപ്പം അതൊക്കെ റിക്കവറായി അതിൻ്റെ സത്യാവസ്ഥയൊക്കെ തുറന്നു പറഞ്ഞു. എല്ലാവരും അറിഞ്ഞു എന്ന് തോന്നിയപ്പോഴാണ് ഇവർ രണ്ടാമതായി എടുത്തിട്ടത് ഈ കേക്കിൻ്റെ വിഷയം. അപ്പൊ നമുക്ക് ഈ കാര്യമൊക്കെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് ഹണി ട്രാപ്പുകാരി വീട് വെച്ചു, ബാക്കി വീട് നമ്മൾ കണ്ടില്ല. ബാക്കി വീട് കണ്ടിട്ട് വരാം. നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് സംസാരിക്കാം. ഇത് ഡൈനിങ് ഹാള്. ഇത് വരുന്നത് കിച്ചണാണ്. ഇവിടെ കിച്ചൺ ഒന്നും കാണാനും പറ്റുന്നില്ല. അതാ പറഞ്ഞതൊക്കെ സാധനങ്ങൾ എടുത്തിട്ടാണ്. ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ അല്ല സ്റ്റോർ റൂം വർക്ക് ഏരിയ ഇല്ല കേട്ടോ. വലിയ വീടൊന്നും എനിക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും
982 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞെന്താണെന്നറിയോ, ജസ്നയുടെ ഒരു ഫോട്ടോക്ക് 25,000 രൂപ ഉള്ളത് ഏകദേശം 1 കോടിയുടെ അടുത്ത് വില വരുന്ന വീടാ വെക്കുന്നത്. കണ്ടോ എന്റെ 1 കോടി. ഇതാണ് 1 കോടി ഇല്ലെങ്കിൽ എന്താ താമസിക്കാൻ, സമാധാനമായിട്ട് താമസിക്കാൻ ഒരു വീടായില്ലേ? അവർക്ക് ഇത് മതി. അവര് 2 പേരേ ഉള്ളൂ. അവർക്ക് സുഖമായിട്ട് സേഫ് ആയിട്ട് നിൽക്കാൻ. അപ്പൊ ഇതാണ് കിച്ചന്റെ ബാക്ക്. ഇവിടെ നിന്ന് നോക്കിയാൽ എന്റെ ആദ്യത്തെ വീട് കാണും. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോ. അതിന്റെ ഒരു ഇതാണ് ജസ്ന സലീമും വാപ്പായും ഉമ്മായും ഒക്കെ താമസിച്ചിരുന്ന ജനിച്ചു വളർന്ന വീട്. ഏകദേശം എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നാ പറഞ്ഞേ? 40 വർഷം. 40 വർഷത്തെ പഴക്കം. ഇതെന്ന് പറയുന്നത് പണ്ടൊക്കെന്ന് വെച്ചാൽ ഈ കട്ട ഉപയോഗിച്ചിട്ടാണ് വീട് വെക്കാറ്. ആ ഒരു വീടാണ് ഇത്. വീടിന്റെ പുറകുവശാട്ടോ, അതും പറഞ്ഞു തന്നേക്കാം. ഇനി എല്ലാരും പറയണ്ട അവള് മുൻവശം വേറെ മാറ്റിന്നൊന്നും പറയണ്ട. ഇത് പുറകുവശാണ്. മുൻവശത്തേക്ക് 2 റൂം വാർത്തറുന്നുണ്ട്. അത് കാരണം ഞങ്ങൾ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ അലങ്കോല ആയിട്ടുള്ള ഒരു റൂം പറ്റൂലോ. അതുകൊണ്ട് നല്ല ഈ വീടാണ് ചോരലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് കണ്ടാലറിഞ്ഞൂടെ തന്നെ. ശരിക്കും അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് അല്ലേ? മഴ പെയ്യുമ്പോ ചോരുന്നു, പാത്രം കൊണ്ട് വെക്കുന്നു. പലരും പറഞ്ഞ് കഥകൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. ഇതിന്റെ ശരിക്കുള്ള ഒരവസ്ഥ കാണണേ, ആ ഒരു അടുക്കള വശം വരെ ഞങ്ങൾ പോയാൽ മതി. എൻ്റെ ഉമ്മ ഇത്രയും കാലം അനുഭവിച്ചത്. കാരണം അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, എന്നാൽ ആ വീട് നന്നാക്കി കൊടുത്താൽ പോരെ. ആ വീട് നന്നാക്കി കൊടുക്കാതിരിക്കാൻ കാരണവും അത് തന്നെയാണ്. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് മണ്ണ് കുഴച്ചിട്ട് കട്ട ഉണ്ടാക്കുക ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ വീട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവൻ എന്തെങ്കിലും ഒരു ഇത് വിഷയമായിട്ട് അത് താഴെ വീണ് അവർക്ക് ഇത് ബുദ്ധിമുട്ട് പറ്റുന്നേക്കാട്ടും നല്ലത് നമ്മളൊരു വീട്. ഇത്രയും നാൾ ഇത്തായും താമസിച്ചത് ഈ വീട്ടിൽ തന്നെയാണോ? ഞാൻ ഇവിടുന്ന് പോയിട്ട് 16 കൊല്ലമായിടോ. കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇപ്പം ഈ നിലവിൽ എൻ്റെ ഉമ്മയും വാപ്പയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് പുതിയ വീടൊന്നും വേണ്ട, ഞങ്ങൾ ഇതിന്ന് മരിച്ച മണ്ണടിഞ്ഞോളാന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് പറ്റൂല എന്ന് വാശി. കാരണം ഒരു ദിവസം എനിക്ക് ഒരു കാര്യം മാത്രം സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ആനനെ വാങ്ങി തോട്ടി വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് എനിക്ക്. ഞാൻ എൻ്റെ ഉമ്മാനോടും പാപ്പാനോടും പറയാഞ്ഞു, നിങ്ങൾക്കൊരു വീട് വെച്ച് അതിലൊരു AC വരെ ഫിറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും മുമ്പിൽ മരണം കാണുന്ന ഒരാളാണ്. കാരണം പലർക്കും എൻ്റെ ജോലി എന്ന് പറയുന്നത് അത് വർഗീയതയായിട്ട് കൊണ്ടുവന്നെടുക്കുന്ന ആൾക്കാരാ. ഇവൻ ഏത് സമയവും ഞാൻ ചിലപ്പം ഒന്നെങ്കിൽ ആരെങ്കിലും കാരണം എന്തെങ്കിലും, അല്ലെങ്കിൽ സ്വയം അത്രമേൽ എന്നെ വേദനിപ്പിക്കുന്നുണ്ട് സമൂഹം. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് പോലും ഒരു മാസങ്ങൾക്ക് മുമ്പ് വരെ ഒരു വ്യക്തി അത്രമേൽ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് എനിക്ക് പിടുത്തം വിട്ടു പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഉമ്മാനോടും പപ്പനോടും പറയും, ഞാൻ നിങ്ങൾക്കൊരു വീട് വെച്ച് ഒരു AC വരെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുള്ളൂ ഞാൻ പോളൂ എന്ന് പറയലുണ്ട്. പക്ഷെ ആ AC മാത്രം ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അത് പിന്നെ ചെയ്ത് കൊടുക്കാം. ഇത്രയൊക്കെ തന്നെ വലുതല്ലേ? ഇതന്നെ വലുതാണോ. AC രണ്ടാളും ഇടൂല, കാരണം ഉമ്മാക്ക് ശ്വാസം മുട്ടുള്ളത്, അതാണ് ഇപ്പോൾ പറ്റൂല. പക്ഷെ പറച്ചിലിന് ഒരു ഗമുണ്ടല്ലോ, ആ ഗമ മാത്രം. ഇത്രയും നാൾ ഉമ്മായും വാപ്പ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ ചെലവും കാര്യങ്ങളൊക്കെ വാപ്പ തന്നെയാണോ നോക്കിയിരുന്നത്? ഓട്ടോ ഓടിക്കും. വാപ്പ ഓട്ടോ ഓടിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം എന്ന് വെച്ചാല് സഹതാപത്തിന് വേണ്ടി പറയുന്നില്ല കേട്ടോ. എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് 11 ബ്ലോക്ക് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ആൾക്ക് ഏകദേശം ഒരു 4,500 രൂപൻ്റെ ഗുളിക മാസം ഏത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ, അവിടുന്ന് മേടിച്ച് കഴിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ വാപ്പ ഓട്ടോ ഓടിച്ച് പിന്നെ എന്നെ കൊണ്ടാകുമ്പോൾ ഞാൻ സഹായിക്കും കേട്ടോ. നമുക്കെല്ലാം കൂടിയും എനിക്കും ഒരു ഫാമിലി ഉണ്ട്, എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിലും പറ്റുന്നിടത്തോളം ഞാൻ സഹായിക്കാറുണ്ട്. നമുക്കൊരു റൂം കൂടിയും കാണാനുണ്ട്. 2 റൂം ഉണ്ടായിട്ട് നമ്മൾ ഒരു റൂമിൽ കണ്ടല്ലോ, കണ്ണ് നിറച്ചോളം കണ്ടോളൂ, കാണാറുണ്ട്. എന്റെ ശിവനേ, അപ്പൊ അത്രമേൽ കാണാനുണ്ട്. ഇതൊക്കെ ഇനി വൃത്തിയാക്കണോ അല്ലേ? ഇതും അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടാണ് ചെയ്തത്. ബാത്റൂമിന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരുവിധം മാക്സിമം കുറച്ചെന്ന് വെച്ചാല് എന്റെ വാപ്പയും കൂടി എന്നെ താങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് തന്നെ താമസിക്കാനുള്ള പ്ലാനാണോ? ഇന്ന് തന്നെ പണിക്കാരെ ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കും, അത് ഉറപ്പുള്ള കാര്യം. ഇന്നലെ 9 മണി വരെ 10 മണി വരെ കണ്ടു പണിക്കാരുണ്ടായിരുന്നു. ഇന്നും കൂടി ഇതാക്കിയ ശരിയാവില്ല. നാളെ മറ്റന്നാള് പ്രോഗ്രാം വെച്ചതാ. എല്ലാരും 1-ാം തീയതിയാണ് ഫംഗ്ഷൻ വെച്ചേക്കുന്നത്, എല്ലാരും വിളിച്ചിട്ട്. നമ്മുടെ ജസ്നിത്താട ഉപ്പായാണ് നിക്കുന്നത്. ഉപ്പ എങ്ങനെയുണ്ട് വീടിന്റെ പണിയൊക്കെ? വീടിന്റെ പണിയൊക്കെ ഉഷാറായിട്ട് നടന്നു. ഹാപ്പി ആണോ വീട് വെച്ചേല്? എത്രത്തോളം സന്തോഷം പറഞ്ഞറിയിക്കങ്ങ്.
ഒരുപാട് എന്നോട് ആവശ്യപ്പെട്ട ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് സാധിപ്പിച്ച് കൊടുക്കാം പറ്റിയോന്ന് വെച്ചാൽ പറ്റി, പക്ഷെ പറ്റിയില്ല എന്ന് വെച്ചാൽ എന്റെ വാപ്പ ചെറുത് തൊട്ടെന്ന് വെച്ചാൽ നമ്മള് ലൈസൻസ് എടുക്കാവുന്ന കാലം തൊട്ടിട്ട് ആള് ഡ്രൈവറാണ്. അപ്പോൾ ആൾക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ഞാനൊരു ബസ് ഡ്രൈവറായിട്ട് കാണുക എന്നുള്ളത്. പക്ഷെ ഹെവി എടുത്ത് ബസ് ഓടിച്ച് കാണിച്ചു കൊടുത്തു എന്നല്ലാതെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അന്നപ്പോൾക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ദൈവമായിട്ട് എനിക്കൊരു ജോലി ശരിയാക്കി. അതങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി മകള് ബസ് ഡ്രൈവർ ആക്കണം. നമ്മള് പിന്നെ അതിനെ പാരമ്പര്യമായിട്ടേ ഡ്രൈവർമാരാണ്. അതുകൊണ്ട് പെമ്മക്കളെയും ഡ്രൈവർമാരാക്കണോ? നമ്മളെ ഇത് ഇങ്ങനെ തുടർന്ന് പോണല്ലോ. പാരമ്പര്യം തുടരണമല്ലോ. മോനൊക്കെ ഡ്രൈവറായി. ഞങ്ങളെ കുടുംബം എന്ന് പറയുന്നത് ഫുള്ള് ഡ്രൈവർമാരാ. ഒന്ന് മാറ്റി പിടിച്ചത് അപ്പ കുടുംബവും ഡ്രൈവർമാരാ. അതിനെ പണ്ട് മുതലേ ജാപ്പയൊക്കെ മിലിറ്ററി ഡ്രൈവറായി വന്നാളാ. നമ്മളെ ഒരു പാരമ്പര്യം നിലനിർത്തുക. ഇത്ത പറഞ്ഞല്ലോ ഇതുവരെ ഒരു ആഗ്രഹമായിട്ട് വീട് വെക്കണം, വീട് വേണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. അന്ന് ഒരു ആഗ്രഹം തോന്നിയിട്ടില്ലേ? ആഗ്രഹം തോന്നായിട്ടല്ല, നമുക്ക് നടക്കുമല്ലേ എന്നുള്ള അറിയില്ല. ഇപ്പൊ നടത്തി തന്നില്ലേ? ഓക്കെ. പിന്നെ അപ്പൊ നമുക്ക് താഴത്തെ വീടും കൂടെ ഒന്ന് കണ്ടിട്ട് വന്നടാ. താഴത്തെ വീടൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഇതില് നമ്മള് ഈ ഒരു കുറ്റി അടിച്ച അന്ന് തൊട്ടിട്ട് നമുക്കൊരു മെന്റലി സപ്പോർട്ട് ആണെങ്കിലും ഈ ഒരു വീടിന്റെ വർക്ക് ആണെങ്കിലും എടുത്ത ഒരാളുടെ ആളെയും കൂടി ഞാൻ കാണിച്ചു തരാം. ശ്രീധരേട്ടാ, ഇതാണ് ശ്രീധരേട്ട. എന്ത് തോന്നി നിമിഷത്തില്? അടിപൊളി. അതായത് അന്ന് തുടക്കം കുറിക്കുമ്പോൾ നമ്മളുണ്ട്. കാരണം ഞങ്ങള് ദോസ്തുകളാണ്. വാപ്പന്റെ ദോസ്തുകളെ വെച്ചിട്ടാണ് എല്ലാ പണിയും ചെയ്യുന്നത്. പുറമെ ആരുമില്ല. തറ മുതൽ പടവ് വാർപ്പൊക്കെ നമ്മൾ ചെയ്ത് തേപ്പ് ആ കുടുംബം ചെയ്ത്, പിന്നെ പ്ലംബിങ് അത് ഒരു ദോസ്താണ്. പ്ലംബിങ് വയറിങ് ഒക്കെ പുറമെ ആരും കുറ്റം പറയാനില്ല. അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട്. ഇതാണ് ഫ്രണ്ട്. ഇതിനെ നമ്മൾ വീട്ടിൽ കയറുന്നതിന്റെ മുമ്പ് മോളാത്തുപോടും വീട്ടിൽ കയറുന്നതിന്റെ മുമ്പ് എൻ്റെ ബാപ്പ എന്നെ എത്രമേൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഈ താമരശ്ശേരി പൂനൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാരും മുസ്ലിംസാണ്. ഒരു 5% ആൾക്കാർ മാത്രമേ ഹിന്ദുക്കളുള്ളൂ. അതെന്ന് വെച്ചാൽ അധികമായിട്ട് മതവിശ്വാസികളാണ് ഇവിടെ ഉള്ളത്. അവിടെ ഓടുന്ന എൻ്റെ വാപ്പയുടെ ഓട്ടോ ആണിത്. ഈ ഓട്ടോക്ക് എന്താ പ്രത്യേകത എന്നല്ലേ ബാബരി? ഈ ഓട്ടോയ്ക്ക് പ്രത്യേകതയുണ്ടോ? ദേ കിടക്കുന്നൊരു പ്രത്യേകത. കൊള്ളാലോ. അത്രമേൽ ഞാൻ ഈ ഫോട്ടോ വെക്കുക എന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ വാപ്പനെ വേറൊരു കാര്യം പറയട്ടെ. എനിക്ക് 33 വയസ്സായി. ഇന്ന് വരെ എൻ്റെ വാപ്പാനെ ഞാൻ വാപ്പാന്ന് വിളിച്ചില്ല. കയ്യെന്നാട്ടോ ഞങ്ങൾ 3 പെൺകുട്ടികളെ വിളിക്കുക. അപ്പം അയ്യോ കായ്. അത് അമ്മയും വാപ്പയും നമ്മൾ കസിൻസാണ്. അപ്പം അങ്ങനെ കല്യാണം കഴിച്ചതാ. അപ്പം അമ്മ കുട്ടിക്കാലം തൊട്ടേ കയ്യെന്ന് വിളിച്ച് ഉമ്മ വിളിക്കുന്നതായിട്ട് മൂത്ത അങ്ങനെ പോയാ. അപ്പം ഞാൻ കൈനോട് ചോദിച്ചു, കയ്യെ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഓട്ടോ ആരും വിളിക്കാതിരുന്നാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് പണി കിട്ടിയില്ലേ, വേണ്ട, ഇതിപ്പോ സ്വന്തം ഇഷ്ടത്തിന് വെച്ചതാണോ? ഇഷ്ടത്തിന്. ഞാൻ പോലും പറഞ്ഞിട്ടില്ല. വാ ഇരിയുണ്ട്, ഇപ്പറുണ്ട്. സർപ്രൈസുകൾ കുറെ ഉണ്ട്. ദേ കിടക്കുന്നു വീണ്ടും കിടക്കുന്നു ഞാൻ. വീട്ടിനകത്ത് ഇതുപോലത്തെ സർപ്രൈസ് എന്തെങ്കിലും ഉണ്ടോ? അകത്തൊരു സർപ്രൈസും ഇല്ലടേ. കുറേ മണ്ണാച്ചമലുണ്ട്. ഇതൊക്കെ വാരി വലിച്ചിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എന്താ വെച്ചാല് ചോറ് നിന്നിട്ടുണ്ടോന്നറിയില്ല. വാ വായ ഒളിച്ചിരിക്കുന്ന എന്താ? അതെ, വേറൊരു കാര്യം പറയാണ്. നമ്മള് ഇവിടുന്ന് കുറച്ച് ഫർണിച്ചറൊക്കെ നമ്മൾ ഇവിടെ ഉള്ളത് പോളിഷ് ചെയ്തിട്ട് എടുത്തതാണ്. ഒരുപാട് പറഞ്ഞില്ലേ, ഒരുപാടൊന്നും അറിവാടാക്കാനും കഴിഞ്ഞില്ല. ഇതാണ് സുന്ദരിയായ മമ്മി. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്ത് തോന്നുന്നു? പുതിയ വീടൊക്കെ വെച്ചു. ഇവിടെ പഠിച്ചോ നന്നാക്കട്ടെ. കേട്ടോ, പഠിച്ചോ നന്നാക്കട്ടെ. ഇപ്പോഴും ഇവരുടേതായിട്ടുള്ള രീതിയിലാട്ടോ പോണത്. ഞാൻ മാത്രമേ തല തിരിഞ്ഞു. ഉമ്മക്ക് ആൾക്കാർ കുറ്റം പറയുമ്പോഴൊക്കെ വിഷമമൊക്കെ തോന്നാറുണ്ടോ? പറയുന്ന പോലായിരുന്നു പറഞ്ഞു. ഞാൻ അവളോട് പറയല്ലോ, പറയുന്ന പോലായിരുന്നു പറഞ്ഞോട്ടെ, അവർക്ക് ഇല്ലല്ലോ എന്ന്. മക്ക് എതിർപ്പുണ്ടായിരുന്നോ ഇതുപോലെ പടം വരയ്ക്കുന്നതിലോ അമ്പലത്തിൽ പോകുന്നതിലൊക്കെ? ഞങ്ങൾക്കല്ലോ എല്ലാത്തിലും ഉണ്ട്. ഫാമിലി എന്ന് പറയുന്നത് കുറച്ച് ഓർത്തഡോക്സ് ഫാമിലിയാണ്. അവർക്ക് ഇന്നെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ചുമ്മാ ഉൾക്കൊണ്ടല്ലോ പറ്റുമല്ലേ? നമുക്ക് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മയും അച്ഛനും മക്കളും ക്ഷമിച്ചിട്ടേ. പക്ഷെ ഇത് തെറ്റായിട്ട് ആരും എന്തായാലും എൻ്റെ ഉമ്മയും വാപ്പ ഇത് തെറ്റായിട്ട് കാണുന്നില്ല. ഇതായിരുന്നു ഒരു റൂം. ഈ റൂം എന്ന് പറയുന്നത് ഞങ്ങള്
കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു റൂമാട്ടോ. ഒരു കൊലായും ഒരു റൂമും പിന്നെ അതേപോലെ ഇവിടെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നത്. ഞങ്ങൾ 3 ആളെ ഇവിടുന്ന കല്യാണം കഴിച്ചത്. അവിടുത്തെ ലൈറ്റ് എന്നടി. ഈ 2 റൂമുമാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു റൂം വേണമല്ലോ. 3 പെൺകുട്ടികളായതുകൊണ്ട് 2 റൂം അവരുണ്ടാക്കി. അപ്പൊ ഒരാൾക്ക് റൂമില്ല, പൊതുവെ നമുക്കൊരു റൂം വേണല്ലോ. അപ്പൊ റൂം വേറെയും ഉണ്ട് കേട്ടോ, പക്ഷെ നല്ലൊരു റൂം എന്നുള്ളൊരു സംഭവം ഒക്കെ വലിച്ചു വാരിട്ടതാട്ടോ. ശരിക്കും ഫ്രണ്ടിലത്തെ ഒരു സംഭവം മാത്രമേ വാർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഓടാണ്. ഇതൊക്കെ ഓടാണ്. ഇതൊക്കെ മറ്റേ ചെറിയൊരു വാർപ്പ് നമ്മൾ കൊടുക്കൂലേ, അതാണ് സംഭവം. പിന്നെ ഒരു റൂമുള്ളത് ഇതാണ്. ഇതൊക്കെ കണ്ടാൽ മൊത്തം അലങ്കോലാക്കിയാൽ കിട്ടിയേക്കും. അത് നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് താമസിക്കുകയാണല്ലോ, ഓടാണ് വീട്. ഇതാണ് എൻ്റെ ഉമ്മ ഒരു ദിവസത്തിൽ പകുതി മുക്കാൽ സമയവും ചിലവഴിക്കുന്ന ഒരു സ്ഥലം. എൻ്റെ ഉമ്മ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ചളമ്പ് എന്ന് വെച്ചാൽ ചളി ഉണ്ടല്ലോ, ഈ ചളിന്ന് ഏതെങ്കിലും കാലത്ത് എനിക്കൊരു മോചനം കിട്ടുമെന്ന് എൻ്റെ ഉമ്മ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായി. ഇവിടുന്ന് ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ ചോർന്ന് ഒലിച്ചിട്ട് നമ്മൾ പായിട്ട് കൊടുത്താൽ പായിൻ്റെ ചോട്ടിലേക്ക് കൂടി വെള്ളം പോയിട്ട് ഉമ്മ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കും. എനിക്ക് ഇവിടെ വരുമ്പോൾ ഈ അടുക്കള കാണുമ്പോൾ കുറച്ചോനെ എന്തോ ഒരു വിഷമം. നമ്മുടെ അമ്മയാണല്ലോ ഈ നിൽക്കുന്നത്. വിധത്ത് എൻ്റെ വാപ്പനെക്കാട്ടിൽ എന്ന് പറഞ്ഞാൽ അതിലൊരു സ്ത്രീയാണല്ലോ വീട്ടിൽ കൂടുതൽ നിൽക്കുക. അതെ, ഇതൊന്നൊന്ന് മോചനം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണം വിചാരിച്ചത്. ഞാനൊരു മോചനം ഇന്ന് കൊടുത്തടോ. അത്രമേൽ സന്തോഷം. ഞാൻ ഈ ഒരു മൊമെന്റിൽ ഞാൻ മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ അത്രക്ക് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ. അങ്ങനെ പെടാതിരിക്കുക. ശരിക്കും അല്ല, എപ്പോഴും ഇങ്ങനെ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വീട് പണി നടക്കുന്നതുകൊണ്ട് അങ്ങനെയാണ്. ഇവിടെ ഇപ്പം വെള്ളം ഇവിടെ ഫുൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, മുകളിൽ നിന്ന് വെള്ളം വീണിട്ടാണ് ഇവിടെ ഫുള്ള് കിടക്കുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ ചോദിക്കും, ഇതെന്ന് എപ്പോഴാ ഒരു മോചനം കിട്ടുക. ഒരിക്കൽ കുറ്റിയടിക്കുമ്പം തൊട്ടിട്ട് പറഞ്ഞത് എന്നെ കണ്ണം നാളിക്ക, കണ്ണം വേണ്ട, ഇനി കടവും വിലയാക്കിയിട്ടരുത്, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇതൊന്നും മരിച്ചു പിരിഞ്ഞോളും, വേണ്ട എന്നെ ഉമ്മയും വാപ്പയും പറഞ്ഞു. കാരണം അത്രമേൽ ഞാൻ കടാക്കരുത്, അത്രമേൽ ഞാൻ കഷ്ടപ്പെടരുത് എന്നായിരുന്നു. പക്ഷേ പലരും കൂടെ നിന്ന ആൾക്കാരൊക്കെ കുറ്റപ്പെടുത്തി കല്ലെറിഞ്ഞ് ഒറ്റപ്പെടുത്തിയ സമയത്തും കണ്ണം മാത്രം എൻ്റെ കൂടെ നിന്ന്. ഇവരൊക്കെ എനിക്ക് ഓർഡർ കിട്ടുന്നതിന് ഞാൻ കോപ്പി അടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഹരിച്ചും മീനും കൂട്ടിയിട്ടാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പല 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 വർത്തമാനങ്ങൾ പറഞ്ഞു ഈ ഒരു ഫോട്ടോ വരയ്ക്കുന്നതിൽ. പലരും ഓർഡർ അത് ഇട്ടെറിഞ്ഞ് പോകുന്നു കരുതി, പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തില്ല. കണ്ണൻ ഓരോ ദിവസവും എനിക്കിങ്ങനെ ഓർഡർ തന്നിട്ട് ഇതിന് അഡ്വാൻസ് അയക്കുമ്പം ഞാൻ ഇങ്ങനെ വാപ്പിനെ വിളിച്ചു, വാപ്പിയ നമുക്ക് നാളെ പഠിക്കാരെ വിളിക്കണം, ഇന്നതിന് ചെയ്യണം, ഇന്നത് ചെയ്യണം. അപ്പം എനിക്ക് ആകെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടേ, തളരാതെ കൂടെ നിന്നിട്ടുണ്ടേ. ഒന്ന് ഇതേപോലെ അമ്മയും വാപ്പയാണ്, അതേപോലെ അരുണും നിന്നിക്ക്. അതിനേക്കാട്ടിലപ്പുറം എൻ്റെ കണ്ണൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഇപ്പോൾ എത്ര ആൾക്കാർക്ക് ഫോട്ടോ കൊടുക്കാണെന്ന്. ആ ഒരു വീട് എന്ന് പറയുന്നത് എനിക്ക് സ്വന്തമാണെന്ന് പറയാൻ പറ്റില്ല. അത്രമേൽ കണ്ണനെ വിശ്വസിക്കുന്ന, കണ്ണനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു എന്താ പറയുക, സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓരോ കല്ലിനും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരുടെ ആൾക്കാരുടെ ഇതുണ്ട്. അപ്പം ഞാൻ വരച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. ഞാൻ അവരോടും പറഞ്ഞു എനിക്ക് കുറച്ച് സമയം തരണം. കാരണം ഞാൻ മറ്റൊരാളെ കൊണ്ടും വരപ്പിക്കുക കാര്യങ്ങളൊന്നുമില്ല, ഞാൻ തന്നെ വരയ്ക്കും. അതിനുള്ള കുറച്ച് സമയം എനിക്ക് തരണം. ഒരുപാട് ഓർഡർ ഞാൻ കൊടുക്കാറുണ്ട്. പലരും എന്നോട് ചോദിക്കും വീട്, ഞാൻ ഒന്നും പുറത്ത് വിട്ടില്ല. കാരണം കുറ്റിയടിച്ച് അന്ന് തൊട്ടിട്ട് എന്നെ അത്രമേൽ മോശക്കാരിയാക്കി. ഞാനും സ്വന്തം മാതാപിതാക്കൾക്ക് വീട് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കളെ വലിച്ചെറിയുന്ന ആൾക്കാരാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കിയാൽ മതി. ഈ ഒരു ഏകദേശം 16 ലക്ഷം രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്. 16 ലക്ഷം രൂപ ഉണ്ട്, എനിക്ക് എന്തൊക്കെ ചെയ്യാം. ഇപ്പോഴത്തെ പെൺകുട്ടികളെ അടിച്ച് പൊളിച്ച് ജീവിച്ചൂടെ? ഞാൻ അത്രമേൽ സുരുക്കൂട്ടി എന്തായാലും ആ ആഗ്രഹം അങ്ങ് സാക്ഷാത്കരിച്ചില്ലേ, അതിലും വലിയ സന്തോഷമായിട്ട് ഇനി ഒന്നുമില്ല. ഈ ചോരുന്ന വീട്ടിൽ നിന്നും നിന്റെ ഉമ്മ മോചനം കിട്ടി. ശരിക്കും ഇനി സന്തോഷത്തോടെ താമസിക്കാം, അഭിമാനിക്കാം, സന്തോഷിക്കാം. അതിലിങ്ങനെ സങ്കടപ്പെടേണ്ടതാണ് ആവശ്യം. പിന്നല്ല, ഒരിക്കലും വിചാരിച്ചില്ല മക്കളെ ഈ ഒരു മൊമെന്റ്. ഞാൻ ഈ മെനിയാന്ന് അപ്പൻ്റെ കൂടെ ഇത് വിളിക്കാനൊക്കെ പോയിട്ടുണ്ടായോ. അപ്പം എന്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കായേ നിങ്ങളിങ്ങനെ ഒരു നിമിഷം വിചാരിച്ചിട്ടുണ്ടായി എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല എന്നാണ്.
ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ ഉമ്മയും പപ്പയും ഒരു വീട്. ശരിക്കും ഒരുപാട് മക്കളുടെ ആഗ്രഹമല്ലേ ഇത്? അത് ഇത്തായെ കൊണ്ട് ഒരുപാട് സാധിച്ചു. ആൾക്കാരുടെ സ്വപ്നാണ്. അതാണ് സാധിച്ചു കൊടുത്തത്. പറഞ്ഞില്ലേ ഇതൊന്നും, കാരണം ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞാലേ ഇതിന്റെ വിഷമം മനസ്സിലാവും. അപ്പൊ പോയി ഓക്കെ, അപ്പൊ ഒരുപാട് ഇമോഷണൽ ആയി കുറേ സങ്കടങ്ങളാണ് ഈ വീട്ടിൽ പറയാനുള്ളത്. അതൊക്കെ കഴിഞ്ഞൊരു പുതിയ വീട്, പുതിയ ജീവിതം, ഉമ്മാക്കും വാപ്പാക്കും സന്തോഷമായിട്ടുള്ളൊരു വീട് കൊടുത്തു, ലൈഫ് കൊടുത്തു. ഇതിലും വലുതായിട്ടൊന്നുമില്ല അല്ലേ ഇനി കൊടുക്കാനായിട്ട്? ഒരു മക്കളെ സംബന്ധിച്ച്, അതും ഒരു കളിയാക്കുന്ന ആൾക്കാരോട് പറയാം, ഒരു ഒമ്പതാം ക്ലാസ്സുകാരിയെ സംബന്ധിച്ച് പ്രൗഡ് മൂമെന്റ് തന്നെയാണ്. പിന്നല്ല. അപ്പൊ ഇനി മറ്റന്നാള് ബാക്കി ഫംഗ്ഷനും ഇതെല്ലാം എല്ലാരും കാണണം അല്ലെ? പറയും. കാരണം എന്നെ കളിയാക്കിയവരാണ് ഇത് കാണേണ്ടത്. കാരണം നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തടുത്ത് ഞാൻ എത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ കപടഭക്ത ഞാൻ അല്ലാത്തത് കൊണ്ടാണ് എന്ന് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. ദാറ്റ്സ് ദി റിവഞ്ച്. അപ്പൊ നമുക്ക് മറ്റന്നാൾ കാണാം. ഓക്കെ.